മാസം വരുന്ന ഒരു കഥ ഞാൻ പറയട്ടെ. അതുകൊണ്ട് നിങ്ങൾ ഈ ചാനൽ അടിച്ചു കയറി സബ്സ്ക്രൈബ് ചെയ്തേക്ക്. രതൻ ടാറ്റ രാജ്യത്തിന് ഒരു പുരോഗമനം വരാൻ വേണ്ടി ടാറ്റ ഇൻഡിക കാർ ഇറക്കുകയാണ്. അതുകൊണ്ട് ടാറ്റ കമ്പനിക്ക് അധികം ലാഭമൊന്നും കിട്ടിയില്ല. രതൻ ടാറ്റ പിന്നെ ഒരു കാര്യം തീരുമാനിച്ചു, തന്റെ കമ്പനി വിൽക്കാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ വിദേശ ഫോർഡ് കമ്പനിയുടെ മാനേജറിനെ പോയി കാണുകയാണ്. ഫോർഡ് കമ്പനിയോട് പറഞ്ഞ് തന്റെ ടാറ്റ കമ്പനി വിൽക്കുകയാണ്. ഇവിടെ ഒരു പെൺകുട്ടി അവളുടെ ബ്ലഡ് എന്റെ വെട്ടുകിളികളെ കൊണ്ട് ഫീഡ് ചെയ്യിക്കുന്നുണ്ട്. ഇവിടെ വെട്ടുകിളികളുടെ ഒരു ഫാം നടത്തുന്ന പെൺകുട്ടിയാണ്. അപ്പോൾ ഒരു ദിവസം ഇവളുടെ ബിസിനസ് വളരെയധികം ഡള്ളാവുകയാണ്. അതായത് ഈ വെട്ടുകിളികളെല്ലാം ചത്തു വീണുകൊണ്ടേയിരിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയില്ല. ഒരു ദിവസം അവളിങ്ങനെ ഈ വെട്ടുകിളികളൊക്കെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ ടേബിളിന്റെ മുകളിൽ നിന്ന് താഴെ വീഴുന്നു. അങ്ങനെ അവളുടെ ബോധം വന്നു. അവൾ കണ്ണു വന്ന് നോക്കുന്ന സമയത്ത് അവളുടെ കൈയൊക്കെ കുറെ മുറിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ വെട്ടുകിളികൾ വന്നിട്ട് ആ ബ്ലഡ് കുടിക്കുന്നതായിട്ട് അവൾ കാണുന്നുണ്ട്. അവളിനെ തട്ടിക്കളഞ്ഞിട്ട് പെട്ടെന്ന് എണീറ്റ് പോകുന്നു. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൾ വന്ന് നോക്കുന്ന സമയത്ത് ഇതെല്ലാം വളരെയധികം ആക്റ്റീവായിട്ടിരിക്കുന്നു. മാത്രമല്ല കുറെ മുട്ടകളൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ അതുകൊണ്ട് തന്നെ അവളുടെ കയ്യിലെ ബാൻഡേജ് അടിച്ചിട്ട് ആ വെട്ടുകിളികളുടെ അടുത്തേക്ക് വെക്കുകയാണ്. അങ്ങനെ അവൾക്ക് കണ്ടിന്യൂ അവളുടെ മകൾ അറിയുകയാണ്. അങ്ങനെ അവൾ ദേഷ്യത്തോടെ കത്തി എടുത്തിട്ട് വെട്ടുകളുടെ ഫാം എല്ലാം തകർക്കുകയാണ്. അങ്ങനെ ഇതെല്ലാം കൂടെ പുറത്തു വന്നിട്ട് അടുത്ത വീട്ടിലുണ്ടായിരുന്ന പയ്യനെ തന്നെ ഫുള്ളായിട്ട് കാലിയാക്കുകയാണ്. എന്നാലും അവളത് നിർത്തുന്നില്ല. അവളിങ്ങനെ ഇതിന് ഫീൽ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഇത് വളരെയധികം മ്യൂട്ടേറ്റ് ആയിട്ട് അതിന്റെ വർഗത്തെ തന്നെ തിന്നാനായിട്ട് തുടങ്ങുകയാണ്. എന്നാൽ ഇതൊന്നും മൈൻഡ് ചെയ്ത് അവൾ പിന്നെ ഫീൽ. ഇവിടെ ഒരു പെൺകുട്ടി അവളുടെ ബ്ലഡ് കണ്ട ജീവാഗൻ എത്ര സ്ട്രോങ് ആണെന്നാണ് ഇവർ കാണിച്ചിരുന്നത്. എന്നാൽ ഇതിനേക്കാളൊക്കെ വെറൈറ്റി ആയിട്ട് ജീവാഗൻ അടിച്ച് പൊളിച്ചു കളഞ്ഞൊരു വീഡിയോ ഉണ്ട്. പിടിച്ചോ ഇവരാണ് വിസിൽ കണ്ടു നോക്കി വീഡിയോ എങ്ങനെയുള്ളത്. ഈ 3 കളികൾ ഒരെണ്ണമെങ്കിൽ ആ കുട്ടിയെ കൊണ്ടില്ലെങ്കിൽ അവിടെ സ്റ്റോപ്പ്. അയ്യോ ഇതെന്താ കൊള്ളാത്തെ? അയ്യോ ഇതും കൊള്ളുന്നില്ലല്ലോ. അയ്യോ ജസ്റ്റ് അപ്പൊ ഓക്കെ ചേട്ടൻ ഞാനത് ക്ലിയർ അദ്ദേഹം ചോദിച്ചു എന്ത് കളിക്കാൻ ഞാൻ ഷോർട്ട് ഹാർഡ് വർക്ക് അല്ല സ്മാർട്ട് വർക്ക്. എങ്ങനെ സ്മാർട്ട് വർക്ക് ചെയ്ത പുള്ളിയാണ് സാം ആൽബർട്ട്. പുള്ളിയൊരു പ്രൊഫഷണൽ റൈഡറിസാ. എങ്ങനെ ഡായിപ്പടിച്ച് ജയിക്കാന്ന് വിചാരിച്ചിരിക്കുന്നതാണ് ആള്. ഒരു റാലി സെഗ്മെന്റ് ആദ്യം 2 ഉള്ളൂന്ന് പറഞ്ഞത്. ഏത് എഞ്ചിൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം. 4.5 ലിറ്ററിൽ താഴെ ആയിരിക്കണം. അതേപോലെ നാച്ചുറലി ആസ്പിറേറ്റഡ് ആയിരിക്കണം. അതായത് ടർബോ സൂപ്പർ ചാർജർ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും പാടില്ല. ഓക്കെ ബാക്കി എല്ലാവരും പേരിട്ട് റാലി എഞ്ചിനൊക്കെ തട്ടിറങ്ങുമ്പോ പുള്ളി ഒരു കാര്യം ആലോചിച്ചു. ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതിയല്ലോ. ഒന്നും നോക്കിയില്ല. ഫെറാരി കാലിഫോർണിയയുടെ എഞ്ചിനൊക്കെ വെച്ച് 4.3 ലിറ്റർ വെയിറ്റ്. എനിക്ക് സൗണ്ട് കേട്ടാണ്ടില്ല. ഇനി പവറിന്റെ കേസ് പറയുകയാണെങ്കിൽ ഒന്ന് കാലുകൊടുത്ത് ബാക്ക് ടയർ ഒടിഞ്ഞു പോയിട്ടില്ല. ഇനി വേറെ എക്സ്പ്ലാഷൻ വേണ്ടല്ലോ. എന്തിനാ മോന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, ശീലം പോലും മാറിയിട്ടില്ല. ആ മോനെ എങ്ങനെയുണ്ട്? അതല്ല മോനെ ഞാനൊരു കാര്യം പറയട്ടെ. അവള് വല്ല വീട്ടിൽ നിന്ന് വന്ന് കയറിയിട്ട് കൊച്ച നമ്മളിവിടുത്തെ ചൂടും കാര്യവും ഒന്നും നമുക്ക് പിടിക്കത്തില്ല. നീ ഒരു കാര്യം ചെയ്യും, നല്ലൊരു AC നോക്കിയിട്ട് പറ, നമുക്ക് വാങ്ങാം. പക്ഷെ ഞാനും കല്യാണ അവസ്ഥ ചെയ്ത് പറയണമെന്ന് ആലോചിച്ച ഹിമലയായിരുന്നെങ്കിൽ ചൂടെന്ന് പറഞ്ഞു ഈ മൊത്തത്തിലിട്ടൊരു ഏതാ മോനെ നല്ല AC, നല്ല മോഡൽ ഏതാ? LGയുടെ AC എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കൂടിയുള്ള AC. അതല്ലേ